നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് കറണ്ട് അഫയേഴ്സ് 2023 ഫെബ്രുവരി. പാസ്പോർട്ട് നടപടികൾ വേഗത്തിൽ ആക്കാൻ വിദേശകാര്യ മന്ത്രാലയം ഏർപ്പെടുത്തിയ പുതിയ ആപ്പ് പാസ്പോർട്ട് ആപ്പ്. ജപ്പാനിലെ നിവാനോ പീസ് ഫൗണ്ടേഷൻ സമാധാന സമ്മാനം നേടിയത് PV രാജഗോപാൽ. 30 വർഷത്തിനകം ഏത് രാജ്യത്തിൽ നിന്നാണ് കാട്ടുപൂച്ചകൾ പൂർണ്ണമായും അപ്രത്യക്ഷമാകുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നത്? ഫ്രാൻസ്. അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21. ഡ്രഗ്സ് കൺട്രോൾ ഇൻ്റലിജൻസ് വിഭാഗം ഫാൻസി സ്റ്റോറുകളിലും മറ്റും നടത്തിയ ഓപ്പറേഷൻ സൗന്ദര്യ. നാവികരുടെ എവറസ്റ്റ് എന്നറിയപ്പെടുന്ന കേപ്പ് ഹോൺ മുനസ് വലം വച്ച മലയാളി നാവികൻ അഭിലാഷ് ടോമി. 2021-22 സുരാജ് ട്രോഫിയിൽ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള 1ാം സ്ഥാനം കൊല്ലത്തിനൊപ്പം പങ്കിട്ടത് കണ്ണൂർ. മികച്ച പാർലമെന്റേറിയനുള്ള സൻസദ് രത്ന അവാർഡ് നേടിയത് ഡോക്ടർ ജോൺ ബ്രിട്ടാസ്. സർവമത സമ്മേളനത്തിൻ്റെ എത്രാമത്തെ വാർഷിക ഉദ്ഘാടനമാണ് 2023 ആലുവ അദ്വൈതാശ്രമത്തിൽ നടന്നത്? 100ാമത്തെ വാർഷികം. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ 2ാമത് ജൈവ വൈവിധ്യ കോൺഗ്രസ് വേദി കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യ ഗ്രാഫിൻ ഇന്നോവേഷൻ സെൻറ്റർ സ്ഥാപിക്കുന്നത് കേരളം. ഇന്ത്യക്കായി 100ാം ടെസ്റ്റ് കളിക്കുന്ന എത്രാമത്തെ താരമാണ് ചേതേശ്വർ പൂജാര? 13ാമത്തെ. 2023 ഫെബ്രുവരി 20 നാവികസേനാ മേധാവി സന്ദർശിച്ച 219 മീറ്റർ ആഴത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കപ്പലിൻ്റെ പേര് INS നിരീക്ഷക്. ഇന്ത്യയുടെ 80ാമത് ഗ്രാൻഡ് മാസ്റ്റർ ആയി മാറിയത് NR വിഘ്നേഷ്. 2023 ഫെബ്രുവരി 20 ഉത്തരാഖണ്ഡിൽ ആരംഭിച്ച ഇന്ത്യയുടെയും ഉസ്ബെക്കിസ്ഥാൻ്റെയും സൈന്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേര് ഡസ്ലിക്. ബാഡ്മിൻ്റൺ ഏഷ്യ മിക്സഡ് ടീം ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ രാജ്യം ഇന്ത്യ. ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിൻ്റെ ടെക്സ്റ്റൈൽസ് 2023 പരിപാടിക്ക് ആതിഥ്യം വഹിച്ച നഗരം മുംബൈ. ഏത് വകുപ്പിന് കീഴിലാണ് 2023 ഫെബ്രുവരി 25 മുതൽ 4 ദിവസത്തേക്ക് ഗ്ലോബൽ RT ഉച്ചകോടി കേരളത്തിൽ നടക്കുന്നത്? കേരള ടൂറിസം. അടുത്തിടെ അന്തരിച്ച മുൻ ഗുജറാത്ത് ഗവർണർ OP കോഹ്ലി, 87 വയസ്സ്. നീതി ആയോഗിൻ്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ BVR സുബ്രഹ്മണ്യം. കേരള സർക്കിളിൻ്റെ പുതിയ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ മഞ്ജു പ്രസന്നൻ പിള്ള. ലോക ചിന്താ ദിനം ഫെബ്രുവരി 22. എനിക്കെൻ്റെ വഴി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് T പത്മനാഭൻ. ബ്രിഗേഡിയർ BD മിശ്ര ഏത് കേന്ദ്രഭരണ പ്രദേശത്തിലെ പുതിയ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായി? ലഡാക്ക്. ദാദാ സാഹേബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ 2023 മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആലിയ ഭട്ട്. മികച്ച വില്ലനുള്ള പുരസ്കാരം നേടിയത് ദുൽഖർ സൽമാൻ. അലഞ്ഞു തിരിഞ്ഞടക്കുന്ന പശുക്കളെ വെടിവെച്ച് കൊല്ലാൻ ഒരുങ്ങുന്ന രാജ്യം അമേരിക്ക. 76ാമത് ബാഫ്റ്റ് ഫിലിം അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ റിവർ ക്രൂയിസ് കപ്പൽ ഗംഗാ വിലാസ് ക്രൂയിസ്. രാജ്യത്ത് ആദ്യമായി ഒരു പ്രാദേശിക ഭാഷയിൽ 2 വിധിന്യായങ്ങൾ പ്രസിദ്ധീകരിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതി. 18ാമത് ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് റെയിൽവേസ് വേൾഡ് സെക്യൂരിറ്റി കോൺഗ്രസ് ഏത് നഗരത്തിലാണ് ആരംഭിച്ചത്? ജയ്പൂർ. ഇന്ത്യയിലെ ഏകീകൃത പേയ്മെൻറ്റ് ഇൻ്റർഫേസ് സംവിധാനം 2023 ഫെബ്രുവരി 21 ആരംഭിച്ചു. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള അതിർത്തി കടന്നുള്ള കണക്ടിവിറ്റി സംവിധാനമാണിത്? സിംഗപ്പൂർ. ഏത് ടെന്നീസ് ചാമ്പ്യൻഷിപ്പിലാണ് സാനിയ മിർസ തൻ്റെ പ്രൊഫഷണൽ ടെന്നീസ് ജീവിതത്തിൽ നിന്നും വിരമിച്ചത്? WTA ദുബായ് ഡ്യൂട്ടി ഫ്രീ.
ഡാൻസ് ഓഫ് ദ ഈഗിൾസ് എന്ന ചിത്രത്തിന് നാഷണൽ ജിയോഗ്രാഫിൻ്റെ പിക്ചേഴ്സ് ഓഫ് ദ ഇയർ അവാർഡ് നേടിയത് കാർത്തിക് സുബ്രഹ്മണ്യം. കെയ്റോയിൽ നടന്ന 90SF ഷൂട്ടിംഗ് ലോകകപ്പിൽ 10 മീറ്റർ എയർ റൈഫിൾ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ഇന്ത്യയുടെ യുവ ഷൂട്ടറുടെ പേര് രുദ്രാംശ് ബാലാസാഹേബ് പാട്ടീൽ. വേൾഡ് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് പീസ് ഡേ ഫെബ്രുവരി 23. 2023 ഫെബ്രുവരിയിൽ നീതി ആയോഗിൻ്റെ പുതിയ CEO ആയി നിയമിതനായത് BVR സുബ്രഹ്മണ്യം. തെരുവ് കുട്ടികളെ പഠിപ്പിക്കാൻ ബാലസ്നേഹി എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം മഹാരാഷ്ട്ര. കടലിൽ കാറ്റാടി പാടമൊരുക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി നിലവിൽ വരുന്നത് വിഴിഞ്ഞം. 2023 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രമുഖ മോഹിനിയാട്ടം നർത്തകി കനക് റെലെ. 2023 ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള 4ാമത്തെ സംയുക്ത സൈനികാഭ്യാസം ഡേഴ്സ്ലിംഗ്. 2023 ISSF ലോകകപ്പ് നടക്കുന്നത് കെയ്റോ, ഈജിപ്റ്റ്. വനിതാ പ്രീമിയർ ലീഗ് WPL 2023 ടൈറ്റിൽ സ്പോൺസറാകുന്നത് ടാറ്റ ഗ്രൂപ്പ്. ഈജിപ്റ്റിലെ കെയ്റോയിൽ നടന്ന ISSF ലോകകപ്പിൽ വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ വെങ്കലം നേടിയ ഇന്ത്യൻ താരം തിലോത്തമ സെൻ. 2022 സംസ്ഥാനത്തെ മികച്ച ജില്ലാ കളക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് A. ഗീത. മലബാർ ബഹുമുഖ നാവികാഭ്യാസം 2022 ഏത് രാജ്യമാണ് ആതിഥ്യം വഹിച്ചത്? ജപ്പാൻ. 2023 സയൻസ് രത്ന അവാർഡിനായി എത്ര പാർലമെൻറ്റ് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്? 13. 22ാം നിയമ കമ്മീഷൻ്റെ കാലാവധി എത്ര തീയതി വരെ നീട്ടിയതിനാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്? 2024 ഓഗസ്റ്റ് 31 വരെ. അടുത്തിടെ എല്ലാ ബ്രോഡ് ഗേജ് റൂട്ടുകളുടെയും വൈദ്യുതീകരണം ഇന്ത്യൻ റെയിൽവേ പുതുക്കിയ സംസ്ഥാനം ഉത്തർപ്രദേശ്. അസമിൻ്റെ 31ാമത് ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്തത് ഗുലാബ് ചന്ദ് കതാരിയ. 2023 ഫെബ്രുവരി 22 കെയ്റോയിൽ നടന്ന ഷൂട്ടിംഗ് ലോകകപ്പിൽ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ സ്വർണം നേടിയ ഇന്ത്യക്കാരൻ ഐശ്വരി പ്രതാപ് സിംഗ് തോമർ. 2023 ഫെബ്രുവരി 24 ആരംഭിച്ച കോട്ടയം ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്തത് സജി ചെറിയാൻ. പുതിയ ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ രാജീവ് സിംഗ് രഘുവംശി. സെൻട്രൽ എക്സൈസ് ദിനം ഫെബ്രുവരി 24. ഏത് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെയാണ് കേരള ഹൈക്കോടതി ഇംഗ്ലീഷ് ഉത്തരവുകൾ മലയാളത്തിൽ ആക്കുന്നത്? സുവാസ്. 1ാം ക്ലാസ് പ്രവേശനത്തിനുള്ള പ്രായപരിധി എത്ര വയസ്സായി നിശ്ചയിക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശം? 6 വയസ്സ്. ഇന്ത്യയിലെ ആദ്യ ചിപ്പ് നിർമ്മാണശാല സ്ഥാപിതമാകുന്നത് ഗുജറാത്ത്. മുംബൈ ചർച്ച് ഗേറ്റ് സെക്ഷൻ ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്യുന്നത്? CD ദേശ്മുഖ്. KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ സയ്യിദ് അക്തർ മിർസ. തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻറ്റ് അംഗങ്ങൾക്ക് രാജ്യത്ത് എവിടെയും MP ലാൻഡ് ഫണ്ട് ചെലവാക്കാമെന്ന് പുതിയ മാർഗരേഖയിൽ പറയുന്നു. എത്ര രൂപ വരെ ഇത്തരത്തിൽ ചെലവഴിക്കാം? 25 ലക്ഷം. ജർമ്മൻ ടെന്നീസ് ഇതിഹാസം സ്റ്റെഫി ഗ്രാഫിനൊപ്പം ഏറ്റവും കൂടുതൽ ആഴ്ച ലോക 1ാം നമ്പർ പദവിയിലിരുന്ന താരമെന്ന ബഹുമതി സ്വന്തമാക്കിയ ഇന്ത്യൻ താരം നൊവാക് ജോക്കോവിച്ച്. 1936 ക്ലാരി ഗ്രിമറ്റിന് ശേഷം ICC റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായമേറിയ ബൗളർ ജെയിംസ് ആൻഡ്രേസൺ. ദേശീയ വനിതാ ദിനം ഫെബ്രുവരി 13. 2019, 20, 21 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി അവാർഡുകളും ഫെലോഷിപ്പുകളും എത്ര കലാകാരന്മാർക്ക് നൽകി? 128. 2023 വനിതാ T20 ലോകകപ്പിൻ്റെ സെമി ഫൈനലിൽ ഏത് ടീമിന് എതിരെയാണ് ഇന്ത്യ തോറ്റത്? ഓസ്ട്രേലിയ. 2023 ഫെബ്രുവരി 23 ജയ്പൂരിൽ ഏത് പ്രഖ്യാപനത്തോടെയാണ് 18ാമത് UIC വേൾഡ് സെക്യൂരിറ്റി കോൺഗ്രസ് സ്ഥാപിച്ചത്? ജയ്പൂർ പ്രഖ്യാപനം.
സായുധ സേനയുമായി ബന്ധപ്പെട്ട ഒരു സംയുക്ത സംരംഭം രൂപീകരിക്കാൻ ഏത് ഇന്ത്യൻ സംഘടനയുമായാണ് ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് ധാരണാപത്രം ഒപ്പുവെച്ചത്? BEL. ഓർഗനൈസേഷൻ എക്സ്റ്റേണൽ ഓഡിറ്റർ ആയി 4 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ഗിരീഷ് ചന്ദ്ര മുർമു. 2023 ഫെബ്രുവരി 23-ന് 2024 ഒക്ടോബർ 24 വരെ സേവനം നീട്ടിയ പ്രതിരോധ സെക്രട്ടറിയുടെ പേര് ഗിരിധർ അരമന. ലോകബാങ്കിനെ നയിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നാമനിർദ്ദേശം ചെയ്ത ആദ്യ ഇന്ത്യൻ അമേരിക്കക്കാരൻ്റെ പേര് അൽ ബംഗ. കേരള സംസ്ഥാനത്ത് ആരോഗ്യ സേവനങ്ങളുടെ ഡയറക്ടറായി നിയമിതനായത് KJ റീന. 9 ടെസ്റ്റ് ഇന്നിങ്സുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം വിനോദ് കാംബ്ലിയുടെ റെക്കോർഡ് തകർത്തത് ആരാണ്? ഹാരി ബ്രൂക്ക്. അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക എന്നിവ ഏത് വിളയുടെ ഇനങ്ങളാണ്? കോഫി. ഗ്രേറ്റ് ബാക്ക്യാർഡ് ബേർഡ് കൗണ്ട് 2023 പ്രകാരം ഏറ്റവും കൂടുതൽ പക്ഷികൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം വെസ്റ്റ് ബംഗാൾ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ 3 ബഹിരാകാശ സഞ്ചാരികളെ തിരികെ കൊണ്ടുവരാൻ റഷ്യ അയച്ച അൺക്രൂയിഡ് ക്യാപ്സ്യൂളിൻ്റെ പേര് സോയൂസ് MS-23. 2023 ഫെബ്രുവരി 24-ന് ആന്ധ്രാപ്രദേശ് ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്ത മുൻ സുപ്രീം കോടതി ജസ്റ്റിസിൻ്റെ പേര് S. അബ്ദുൾ നസീർ. 2023 ഫെബ്രുവരി 25-ന് ആദ്യമായി ഇന്ത്യ സന്ദർശിച്ച നിലവിലെ ജർമ്മൻ ചാൻസലറുടെ പേര് ഒലാഫ് ഷോൾസ്. സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിതനായത് ജിഷ്ണു ബറുവ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 85ാമത് പ്ലിനറി സെക്ഷൻ വേദി ഛത്തീസ്ഗഡ്, റായ്പൂർ. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബഘേൽ. രാജ്യത്തെ ആദ്യ ഭിന്നശേഷി കലാമേള സമോഹൻ വേദി തിരുവനന്തപുരം. അടുത്തിടെ 38 കോടി രൂപയ്ക്ക് ലേലം ചെയ്ത രാജ രവിവർമ്മയുടെ പെയിൻറ്റിംഗ് യശോദയും കൃഷ്ണനും. ഹോളിവുഡ് ക്രിറ്റിക്സ് അസോസിയേഷൻ്റെ മികച്ച അന്താരാഷ്ട്ര ചിത്രത്തിനുള്ള അവാർഡ് നേടിയ തെലുങ്ക് ചിത്രം RRR. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൻ്റെ പുതുക്കിയ പേര് ഛത്രപതി സാംഭാജി നഗർ. ഉസ്മാനാബാദിൻ്റെ പുതുക്കിയ പേര് ധാരാശിവ്. ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ വൈസ് ചീഫ് എയർ മാർഷൽ AP സിംഗ്. ക്ഷേത്ര നഗരമായ ഗുരുവായൂരിലെ മലിനജലം വൃത്തിയാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച റോബോട്ടിക് സ്കാവഞ്ചറിൻ്റെ പേര് ബാൻഡികൂട്ട്. ഭോപ്പാലിൽ 66ാമത് അഖിലേന്ത്യാ പോലീസ് ഡ്യൂട്ടി മീറ്റിൻ്റെ ഭാഗമായി നടന്ന വിരലടയാളം കണ്ടെത്തൽ മത്സരത്തിൽ ഏത് പോലീസ് സേനയാണ് സ്വർണ്ണ മെഡൽ നേടിയത്? കേരള പോലീസ്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റിവർ ക്രൂയിസായ MV ഗംഗാവിലാസ് ആദ്യ യാത്ര ഫെബ്രുവരി 28-ന് ഏത് സ്ഥലത്താണ് അവസാനിക്കുന്നത്? ദിബ്രുഘട്ട്. 2023 ഫെബ്രുവരി 27-ന് ആരംഭിക്കുന്ന LCA തേജസ് ആദ്യമായി ഇന്ത്യക്ക് പുറത്തുള്ള ഏത് അന്താരാഷ്ട്ര ഫ്ലൈയിങ് അഭ്യാസത്തിലാണ് പങ്കെടുക്കുന്നത്? എക്സസൈസ് ഡെസേർട്ട് ഫ്ലാഗ് 8. 2023-ലെ മാർക്കോണി സമ്മാനം ലഭിച്ചത് ഹരി ബാലകൃഷ്ണൻ. എക്സാം വാരിയേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് നരേന്ദ്രമോദി. 2023 ഫെബ്രുവരി 25-ന് ഇന്ത്യയിലെ ഏത് സർവകലാശാലയുടെ 99ാം വാർഷിക ബിരുദദാന ചടങ്ങിലാണ് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്? ഡൽഹി യൂണിവേഴ്സിറ്റി. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് റോക്കറ്റ് വിക്ഷേപിച്ചത് ചെങ്കൽപ്പട്ട്, തമിഴ്നാട്. വേൾഡ് NGO ദിനം ഫെബ്രുവരി 27. ശ്രീനാരായണ ഗുരു ദ പെർഫെക്റ്റ് യൂണിയൻ ഓഫ് ബുദ്ധ ആൻഡ് ശങ്കര എന്ന കൃതി രചിച്ചത് അശോക് കൃഷ്ണൻ വേങ്ങശ്ശേരി. നിലാവിൻ്റെ നേരറിയാൻ എന്ന ഡോക്യുമെൻ്ററി ഏത് ISRO ചെയർമാനെ കുറിച്ചുള്ളതാണ്? G. മാധവൻ നായർ. ഡൽഹി മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെല്ലി ഒബ്രോയ്.
1650 കിലോമീറ്റർ പ്രഹരപരിധിയുള്ള പാവ എന്ന ക്രൂയിസ് മിസൈൽ വികസിപ്പിച്ചത് ഇറാൻ. 25ാമത് ലോക ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഇന്ത്യ. രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച സെർജിയോ റാമോസ് ഏത് രാജ്യത്തെ കളിക്കാരനാണ്? സ്പെയിൻ. 2023 ഫെബ്രുവരി 27 നടന്ന ബെസ്റ്റ് ഫിഫ ഫുട്ബോൾ അവാർഡിൽ പുരുഷ ഫുട്ബോളിലെ ഏറ്റവും മികച്ച കളിക്കാരനായി ഫിഫ തിരഞ്ഞെടുത്തത് ലയണൽ മെസ്സി. DGCA അംഗീകരിച്ച ഹിന്ദുസ്ഥാൻ 226-201 LW വിമാനത്തിൻ്റെ പുതിയ വേരിയൻറ്റ് ഏത് കമ്പനിയാണ് നിർമ്മിച്ചത്? ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ്. കാറ്റിൻ്റെ രാജ്യം എന്നറിയപ്പെടുന്നത് ഡെൻമാർക്ക്. ഇന്ത്യയിൽ ക്യാമ്പസ് സ്ഥാപിക്കുന്ന ആദ്യത്തെ വിദേശ സർവകലാശാലയായി മാറാൻ പോകുന്നത് ഡീക്കൻ യൂണിവേഴ്സിറ്റി. ഫോസിൽ ഊർജത്തിൽ നിന്ന് പുനരുപയോഗിക്കാവുന്ന ഊർജ സ്രോതസ്സുകളിലേക്ക് മാറുന്നതിന് ഏറ്റവും മികച്ച ഊർജ സംവിധാനങ്ങളുള്ള സംസ്ഥാനം കർണാടക. ബംഗ്ലാദേശ് പൗരന്മാർക്ക് ലഭ്യമാകുന്ന ഇരട്ട പൗരത്വത്തിൻ്റെ പട്ടികയിൽ ബംഗ്ലാദേശ് എത്ര രാജ്യങ്ങളെ ചേർത്തു? 44. 2 ദിവസത്തെ വനിതാ 20 ആരംഭയോഗം 2023 ഫെബ്രുവരി 27 ഏത് സ്ഥലത്താണ് കേന്ദ്രമന്ത്രി ശ്രീമതി സ്മൃതി സുബിൻ ഇറാനി ഉദ്ഘാടനം ചെയ്തത്? ഛത്രപതി ശിവജി സംഭാജി നഗർ. US ചാംബർ ഓഫ് കൊമേഴ്സ് പുറത്തിറക്കിയ ഇൻ്റർനാഷണൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് IIPI സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 42. ഖത്തർ ഓപ്പൺ ടെന്നീസ് 2023 കിരീടം നേടിയത് ഡാനിയൽ മെദ്വദേവ്. നഗരപ്രദേശങ്ങളിലെ കുടുംബശ്രീ പ്രവർത്തനം മികവുറ്റതാക്കാൻ CDSകളിലെ ഉപസമിതി കൺവീനർമാർക്കുള്ള പരിശീലന പരിപാടി ചലനം 2023. പൗരാവകാശ പത്രിക എന്ന പേരിൽ സേവനാവകാശ നിയമം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി. 2023 കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് നേടിയ വ്യക്തി പയ്യന്നൂർ കുഞ്ഞിരാമൻ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.